ഹായ്, ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഡിവിസിബിലിറ്റി ബൈ ലെവലിലെ ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇപ്പൊ 2x056 ഇതായിരിക്കും ഗിവൺ നമ്പർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇഫ് ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11 ഫൈൻഡ് ദ ഡിജിറ്റ് ഇൻ ദ പൊസിഷൻ എക്സ്. എക്സ് എന്താ വാല്യൂ എന്താന്ന് കണ്ടുപിടിക്കുക. ഇഫ് ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11 എങ്ങനെയാണ് ഡിവിസിബിലിറ്റി ചെക്ക് ഫോർ 11? ഫൈൻഡ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഇൻ ദ ഓഡ് പൊസിഷൻ, find the sum of the digits in the even position, then take the difference. If the difference is divisible by 11 or a multiple of 11 or even a 0, നമുക്ക് പറയാം that given number is divisible by 11. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇതിന്റെ അകത്ത് ഓഡ് പൊസിഷൻ ഏതൊക്കെയാണ്? 2 plus 0 plus 6, so എത്ര വരും? 8. ഇനി ഈവൻ എടുത്തു കഴിഞ്ഞാലോ, this is the odd sum. ഇനി ഈവന്റെ സം എത്രയാണ്? x plus 5. ഇത് നമുക്കറിയില്ല. ഇനി ഡിഫറൻസ് എടുക്കുക. 8 മൈനസ് എക്സ് പ്ലസ് 5. 8 മൈനസ് എക്സ് മൈനസ് 5. ഇതെന്താണ്? 8 മൈനസ് 5 ഈസ് 3. 3 മൈനസ് എക്സ് എന്ന് പറയുന്നത് എ മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കണം ഓർ 0 ആയിരിക്കണം. ഇപ്പൊ 0 ആണെങ്കിൽ സപ്പോസ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് 2, 3, 4, 5 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസേഴ്സ് വരുന്നത്? സി 3 മൈനസ് 3, എക്സിന്റെ വാല്യൂ ഞാൻ 3 ആയിട്ട് ചൂസ് ചെയ്യുവാണെങ്കിൽ 3 മൈനസ് 3 വിൽ ബി 0. അല്ലാതെ ഗിവൺ ഓപ്ഷൻസിൽ നമ്മൾ ഏത് കൊടുത്തു കഴിഞ്ഞാലും മൾട്ടിപ്പിൾ ഓഫ് 11 വരില്ല. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 0 is the value for x. പിടികിട്ടിയോ? ഇത് എങ്ങനെ വേണമെങ്കിലും വരാം, ഏത് പൊസിഷനിൽ വേണമെങ്കിലും വേരിയബിൾ വരാം. Then they will be asked to find the value of the variable if the number is divisible by 11. സിമ്പിൾ ആണ്, പക്ഷെ എപ്പോഴും കാണാറുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, സ്പീഡ് ഇംപ്രൂവ് ചെയ്യുക. സോ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.